ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മൈ നെയിം ഈസ് വിനയൻ. നമ്മളത് പുതിയൊരു ഭാഗം പഠിക്കുകയാണ്. അതായത് ഏതൊരു PSC പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾ ലോകത്തുള്ള പ്രധാനപ്പെട്ട സമ്മേളനം നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വേദികൾ എപ്പോഴും ചോദിക്കാറുണ്ട് PSC അല്ലേ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. കൃത്യമായിട്ട് ഇനിയുള്ള പരീക്ഷകളിൽ ഈ കാര്യങ്ങൾ ആവർത്തിക്കും. അതുപോലെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, ഇത് ഏത് വർഷം നടന്നതാണ്, 2026-ലാണോ 2025-ലാണോ? മെയിനായിട്ട് PSC അങ്ങനെ ചോദിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ 2025 ചോദിക്കാം, അല്ലെങ്കിൽ 2026 നിലവിലുള്ള വർഷം, അല്ലെങ്കിൽ തൊട്ട് മുമ്പിലത്തെ വർഷം. ഓക്കെ, ആ രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകുന്നത്. നമുക്കൊക്കെ നോക്കിയാലോ. ഇതാ ഒന്നാമത്തെ കാര്യം, G20 സമ്മിറ്റിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. G20 സമ്മിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, 2025 വേദി G20 നടന്നിരിക്കുന്നത് അത് ജോഹന്നാസ്ബർഗ് ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ദക്ഷിണാഫ്രിക്കയില, സൗത്ത് ആഫ്രിക്കയില ആ ജോഹന്നാസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് നടന്നിട്ടുള്ളത്. 2025 G20 നടന്നേക്കുന്നത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, 2026-ലാണെങ്കിൽ G20 നടന്നേക്കുന്നത് മിയാമി, അതായത് USA-യില് മിയാമിയിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. G20 2026 നടന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിളായിട്ട് ഒരു കാര്യം, ഞാൻ പറയുന്ന ആ ഘടന എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഞാൻ ആദ്യം 2025 കാര്യം പറയുന്നു, അതിനുശേഷമാണ് 26 പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ അതിനൊരു കോഡാക്കി മാറ്റാണ്. കോഡാക്കി മാറ്റുന്ന സമയത്ത് ശ്രദ്ധിച്ചോളണം, ആദ്യം 25 പിന്നീട് 26 എന്നുള്ള ക്രമമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതാ സമ്മിറ്റ്? അത് G20 സമ്മിറ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ആ സമ്മിറ്റ് ആണ് എന്നുള്ള കാര്യം കിട്ടണം. G20 സമ്മിറ്റ് ആണ് എന്നുള്ള കാര്യം കിട്ടണം അല്ല. അപ്പൊ ആ രീതി കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അടുത്തായിട്ട് ഞാൻ ഇവിടെ ജോഹന്നാസ്ബർഗ് ആണ് 2025 എന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് ബർഗ് ഇങ്ങെടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ അകത്ത് ബർഗർ കണക്ട് ചെയ്യാൻ പറ്റൂലേ? ഓക്കെ, ആ ബർഗർ അവിടെ കണക്ട് ചെയ്ത് അവിടെ വെച്ചോളാം. ഓക്കെ, അതേപോലെ തന്നെ മിയാമി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു മാമി എന്നുള്ളൊരു കാര്യം അവിടെ കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. മിയാമി മാമി എന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഓക്കെ, ഇനി നോക്കിക്കോ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമുക്ക് സാധാരണ രീതിയിൽ ഒരു ബർഗറിനൊക്കെ ഇപ്പൊ എത്ര പൈസയാ? എന്തായാലും 20 രൂപയൊന്നും പോരല്ലോ. അപ്പൊ 20 രൂപക്കൊക്കെ ബർഗർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും ക്ലോസ് ആയിരിക്കുന്ന വ്യക്തിയൊക്കെയാണ് നമുക്ക് അത്രയും പൈസക്കൊക്കെ ബർഗർ തരുള്ളൂ അല്ലെ. അപ്പൊ എന്ത് കണക്ട് ചെയ്തോളാം? 20 രൂപയ്ക്ക് ബർഗർ ആര് തന്നെന്ന് കണക്ട് ചെയ്തോളാം? അത് മാമി തന്ന് എന്ന രീതിയിലൊന്ന് കണക്ട് ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ G20 2025 2026 കോഡ് ഇനി വിട്ടുപോകില്ല. ഓക്കെ, ഏതാ സമ്മിറ്റ്? G20 സമ്മിറ്റ്. കോഡ് എന്താ? 20 രൂപയ്ക്ക് ബർഗർ മാമി തന്നു. മറക്കരുത്. അങ്ങനെയാണെങ്കിൽ G20 സബ്മിറ്റ് ആണ്. ബർഗർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം? ജോഹന്നാസ്ബർഗ് എന്ന് കിട്ടണം. അതേപോലെ തന്നെ കിട്ടേണ്ട കാര്യം, മാമി എന്ന് പറയുമ്പോൾ അത് മിയാമി എന്ന രീതിയിലാണ് കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ, ഈ കാര്യം മറക്കില്ലല്ലോ. അപ്പൊ 2025 26 G20 സബ്മിറ്റ്. അടുത്ത പരീക്ഷ ചോദിച്ചാൽ വിട്ട് കളയരുത്. ക്ലിയർ? അടുത്ത കാര്യം ഇതാ, അടുത്ത സബ്മിറ്റിന്റെ പേര് എന്ന് പറയുന്നത് G7 സബ്മിറ്റ് ആണ്. ഓക്കെ, എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു കാര്യമാണ് G7 സബ്മിറ്റ്. ഓക്കെ, 2025 നടന്നിരിക്കുന്നത് അത് കാനഡയിലാണ് സബ്മിറ്റ് നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 26 ആണെങ്കിൽ അത് ഫ്രാൻസ്. ഓക്കെ, 26-ലാണെങ്കിൽ ഫ്രാൻസ്, 25-ലാണെങ്കിൽ കാനഡ. കണക്ട് ചെയ്യണ്ടേ? ഓക്കെ, നോക്കിക്കോ, ഇവിടെ കുറച്ച് കാട ഫ്രൈ എല്ലാം കാണുന്നില്ല നിങ്ങൾ. ഓക്കെ, ആ രീതിയിൽ ഒരു കോഡിലേക്ക് നമ്മൾ ഈ കാര്യം കൊണ്ടുപോവാണ്. ഇതാ G7 സബ്മിറ്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ കാനഡ എന്നുള്ളത് കാട എന്നാക്കി മാറ്റുന്നു കേട്ടോ. കാട എന്ന രീതിയിലാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ ഫ്രൈ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഫ്രാൻസിനെ മാറ്റുന്നു. അപ്പോ 7 കാട ഫ്രൈ എന്ന രീതിയിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്തേ. എന്താണ്? 7 കാട ഫ്രൈ. ഓക്കെ, കാട ഫ്രൈ 7 എണ്ണം അല്ലെ, 7 കാട ഫ്രൈ. അപ്പൊ എന്ത് കിട്ടണം? G7 ആണ്. 2025 കാനഡ എന്നാണ് കാട എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഫ്രൈ എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഫ്രാൻസ് ആണ്. അപ്പൊ G7 എങ്ങനെ കണക്ട് ചെയ്തുള്ള 7 കാട ഫ്രൈ. സെറ്റ് ആണല്ലോ, മറക്കില്ലല്ലോ. പരീക്ഷ ചോദിച്ചാൽ കിട്ടിക്കോളണം. ഓക്കെ, അടുത്ത കാര്യം, അടുത്ത സബ്മിറ്റ് ഇതാണ് നാറ്റോ സബ്മിറ്റ്. ഒരുപാട് തവണ ചോദിച്ചാണല്ലോ. ഓക്കെ, നോക്കിക്കോ, നാറ്റോ സബ്മിറ്റ് 2025 നടന്നേക്കുന്നത് ഹേഗ് ആണ്. ഹേഗ് നെതർലാൻഡിലാണ് ഏത് വരുന്നത്? ഹേഗ് വരുന്നത് അല്ലെ. ആ കാര്യം ഒന്ന് കണക്ട് ചെയ്തോളണേ. ഇതേപോലെ തന്നെ 2026 അങ്കാറ. എന്താണ്? അങ്കാറ. അപ്പം 25 ഏതാ? ഹേഗാണ്. 26 ആണെങ്കിൽ അത് അങ്കാറയാണ്. കണക്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, നമുക്ക് ഈ വേദി, അത് നാറ്റോ സബ്മിറ്റിന്റെ വേദിയല്ലേ കിട്ടേണ്ടത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഒരു നാറ്റോ ഒക്കെ വരുന്ന രീതിയിലൊക്കെ ഒന്ന് മനസ്സിലേക്ക് കയറിക്കോളണേ. ഓക്കെ, നാറ്റോ. ഓക്കെ, എന്ന രീതിയിൽ നാറ്റം
നാറ്റം വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ഹേ എങ്കെ നിന്നുള്ള രീതിയിലൊക്കെ ചോദിക്കൂലേ? ഓക്കെ, ആ രീതി കണക്ട് ചെയ്തോളാം. ഓക്കെ, നാറ്റം ഹേ എങ്കെ നിന്നാ എന്ന രീതി കണക്ട് ചെയ്താൽ മതി, കിട്ടും. ഓക്കെ, അവിടെ മനസ്സിലേക്ക് അവിടെ പതിയും. ഓക്കെ, ആ കാര്യം നാറ്റോ ഹേ എങ്കെ നിന്ന എന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഹേ ഹേഗാണ്, എങ്കെ നിന്ന അങ്കാറ. ഓക്കെ, ഈ രീതിയിലാണ് നാറ്റോ സബ്മിറ്റ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. വിടില്ലല്ലോ? ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ഒരു വട്ടോടെ നോക്കണോ? 20 രൂപയ്ക്ക് ബർഗർ തരണമെങ്കിൽ ആരായിരിക്കണം? മാമി ആയിരിക്കണം അല്ല, അത്രയും വില കുറച്ച് തരണമെങ്കിൽ. അടുത്ത കാര്യം 7 ആണെങ്കിൽ എങ്ങനാ? 7 കാട ഫ്രൈ, 7 കാട ഫ്രൈ കിട്ടുമല്ലോ. അടുത്ത കാര്യം നാറ്റോ ഹേ എങ്കെ നിന്ന അല്ലെ, ആ രീതി കണക്ട് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ആ 3 സബ്മിറ്റ് നിങ്ങൾ മനസ്സിലേക്ക് കയറി. ക്ലിയർ ആണല്ലോ? എപ്പോഴും PSC പരീക്ഷ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും വിട്ടുകളയരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, വിട്ടുകളയരുത് ഈ മാർക്ക്. ഓക്കെ, അത് 2025, 26 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനുള്ള കോഡ് ഇറക്കാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അതെന്ത് ചെയ്യാം? മനസ്സിലേക്ക് അവിടെ പതിപ്പിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പ്രധാനപ്പെട്ട ഇതാണ് സബ്മിറ്റ് ആണ് യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ സബ്മിറ്റ്. ഓക്കെ, അപ്പൊ യുനെസ്കോ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2025 അത് റിയോ ഡോ ജനീറോ ആണ്. ഓക്കെ, അല്ലെങ്കിൽ റിയോ ഡി ജനീറോ. ഓക്കെ, റിയോ ഡി ജനീറോ എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? ബ്രസീലിന്റെ ആദ്യകാല തലസ്ഥാനമായിരുന്നു അല്ല, ബ്രസീലിന്റെ നിലവിലെ തലസ്ഥാനം അത് ബ്രസീലിയാണ്. ആദ്യകാല തലസ്ഥാനം ഏതായിരുന്നു? റിയോ ഡി ജനീറോ ആയിരുന്നു അല്ല. അപ്പൊ അതിന് സമ്മേളന വേദി എന്ന് പറയുന്ന ബുക്ക് ക്യാപിറ്റലിന്റെ ആ സമ്മേളന വേദി റിയോ ഡി ജനീറോയിലാണ്. മിക്കവാറും ബ്രസീലിൽ ഏതെങ്കിലും സമ്മിറ്റ് നടക്കുന്ന സമയത്ത് അത് എവിടെ തന്നെ ഉണ്ടാവാറുള്ളത്? റിയോ ഡി ജനീറോ തന്നെയാണ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ എന്ത് കണക്ട് ചെയ്യാം? റിയോ ഡി ജനീറോ 25. 26 ആണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, അത് റബാത്ത് ആണ്, മൊറോക്കോ. മൊറോക്കോയിലെ റബാത്ത്, റബാത്ത്, റബാത്ത് കിട്ടല്ലോ. 26 റബാത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കണക്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, ഒരു ബുക്കൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ജനിച്ചു വരണമെങ്കിൽ, ഓക്കെ, ഒരു ബുക്കിന്റെ ആശയമൊക്കെ മനസ്സിലേക്ക് ജനിച്ചു വരണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കേണ്ട നമ്മള്, മനസ്സൊക്കെ അല്ലെങ്കിൽ ശരീരമൊക്കെ നല്ല കൂളായിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ബുക്കിന്റെ ഐഡിയ ഒക്കെ വരിക അല്ലെ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെക്കുക? ബുക്ക് 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 ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് കുളിക്കുകയൊക്കെ വേണം അല്ലെ, ബാത്ത് ചെയ്യണം. ഓക്കെ, ബുക്ക് ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാത്ത് ചെയ്യണം. ഈ രീതിയിൽ മനസ്സിലാക്കി വെച്ചിക്കോ, ബുക്ക് ജനിക്കണമെങ്കിൽ ബാത്ത് ചെയ്യണം. ഓക്കെ, ബുക്ക് എന്ന് പറയുമ്പോൾ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ആണ്. ഓക്കെ, ജനിക്കണമെങ്കിൽ റിയോ ഡി ജനീറോ ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ റബാത്ത്, അതാണ് ബാത്ത് എന്ന രീതിയിൽ അതൊന്ന് കണക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? മനസ്സിലേക്ക് കയറിയല്ലോ? കയറി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യത്തിലേക്ക് പോവാം. നോക്കി, ഇതാ അടുത്തായിട്ട് നിങ്ങൾക്ക് ആസിയാൻ സബ്മിറ്റ് ആണ് കണക്ട് ചെയ്യേണ്ടത്. ആസിയാൻ. ഓക്കെ, ആസിയാൻ എന്ന് പറയുമ്പോൾ അതിന്റെ വേദി 2025 കോലാലംപൂർ ആട്ടോ. എവിടെയാണ്? കോലാലംപൂർ, അതായത് മലേഷ്യയുടെ തലസ്ഥാനം അല്ലെ. ആ മലേഷ്യയിലെ ഏഷ്യൻ രാജ്യമായിട്ടുള്ള മലേഷ്യയുടെ തലസ്ഥാനമാണ് ഇത് കോലാലംപൂർ എന്ന് പറയുന്നത്. ആ കോലാലംപൂരിൽ വെച്ചിട്ടാണ് ആസിയാൻ സബ്മിറ്റ് 2025 നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഏഷ്യയിൽ വെച്ചിട്ട് 2026 ഏഷ്യൻ ആസിയാൻ എന്ന് പറയുന്ന സബ്മിറ്റ് ഫിലിപ്പൈൻസിൽ വെച്ച് നടന്നു അല്ലെ. ഫിലിപ്പൈൻസ് 2026 ഫിലിപ്പൈൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം. നോക്കിക്കോ, വിട്ടുകളയത് നോക്കിക്കോ. ഓക്കെ, ആരും ഓർക്കുക? ആസിയാൻ എന്ന് പറയുമ്പോൾ അസിനെ ആലോചിക്കാം. ഓക്കെ, വളരെ ഉയരം കൂടിയ ഒരു സിനിമാ നടിയല്ലേ. ഓക്കെ, ആ രീതി കണക്ട് ചെയ്യാം. ഓക്കെ, അസിന്റെ കോലം. ഓക്കെ, അസിന്റെ കോലം എങ്ങനെയാ? പൈൻമരം പോലെ വളർന്നിട്ടാട്ടോ. ഓക്കെ, അസിന്റെ കോലം പൈൻമരം പോലെ വളർന്നിട്ടാണ് എന്നുള്ള കാര്യം അവിടെ കണക്ട് ചെയ്തോളാം. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും? ആ ആസിയാൻ സബ്മിറ്റ് കിട്ടിക്കോളും. അസിന്റെ കോലം എന്ന് പറയുമ്പോൾ കോലാലംപൂര്. ഓക്കെ, അസിൻ എന്ന് പറയുമ്പോൾ ആസിയാൻ. ഓക്കെ, എങ്ങനെയാണ്? പൈൻ മരം പോലെ എന്ന് പറയുമ്പോൾ ഫിലിപ്പൈൻസ് എന്ന രീതി കിട്ടിക്കൊള്ളണം. ക്ലിയർ ആണോ? വിട്ടുപോയില്ലല്ലോ? ഓക്കെ ആണല്ലോ? ആസിയാൻ. ഓക്കെ, 2025, 26 ആസിയാന്റെ വേദികളൊക്കെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് കിട്ടേണ്ടത് ബ്രിക്സ് ആണ്. കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചാണല്ലോ ഈ ഭാഗം. ഓക്കെ, അപ്പൊ 2025 ബ്രിക്സ് 17th ബ്രിക്സ് ആ കഴിഞ്ഞിട്ടുള്ള കേട്ടോ. 17th ബ്രിക്സ് എന്ന ഒരുപക്ഷെ ചോദിക്കുക, അല്ലെങ്കിൽ 18th ബ്രിക്സ്. ഓക്കെ, അതായത് 2025, 26 ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ആ രീതിയിലാണ് സാധാരണ വേദികൾ ചോദിക്കാറുള്ളത്. അതായത് പരീക്ഷ നടക്കുന്ന ആ വർഷത്തില് അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷം അങ്ങനെയാണ് വേദികൾ ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ 17th, 18th ബ്രിക്സ്. ഓക്കെ, അങ്ങനെ 17th ആണെങ്കിൽ റിയോ ഡി ജനീറോ. ഓക്കെ, അതായത് ബ്രസീലിൽ തന്നെ അല്ല, ബ്രസീലിന്റെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട് ഏത് നടന്നു? ബ്രിക്സ് 2025 17th ബ്രിക്സ് അല്ല. നെക്സ്റ്റ് 18th ബ്രിക്സ് 2026 നടന്നേക്കുന്നത്. ഇതാണ് ന്യൂഡൽഹി, നമ്മുടെ ഇന്ത്യയിലാണ് നടന്നേക്കുന്നത്. ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നേക്കുന്നത്.
കിട്ടുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കണ്ടില്ലേ, പുതിയൊരു ബ്രിക്സിന്റെ പിക്ചറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കല്ലിന്റെ പിക്ചർ. ഓക്കെ, ആ കല്ലൊക്കെ ജനിക്കുന്ന സമയത്ത് ബ്രിക്സ് ജനിക്കുന്ന സമയത്ത് അത് പുതുതായിട്ടുള്ളതാണ്, ന്യൂ ആണ് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബ്രിക്സ് ജനിക്കുന്ന സമയത്ത് ന്യൂ ആണ്. ഓക്കെ, ബ്രിക്സ് ജനിക്കുന്നത് ന്യൂ ആണ്, ജനിച്ച ബ്രിക്സ് എന്ന് പറയുന്നത് ന്യൂ ആണ് എന്ന രീതി കണക്ട് ചെയ്യാം. ബ്രിക്സ് ജനിച്ചത് ജനീറോ, റിയോ ഡി ജനീറോ, ന്യൂ ആണെന്ന് പറയുമ്പോൾ ന്യൂഡൽഹി എന്ന രീതിയിലാണ് നിങ്ങൾ ബ്രിക്സ് വേദി കണക്ട് ചെയ്യേണ്ടത്. മറക്കില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എപ്പോഴും PSC ആവർത്തിക്കുന്ന മറ്റൊരു ചോദ്യം. ഓക്കെ, COP വേദികൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മിറ്റ് ആണ് ഏത്, ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്ന് പറയുന്നത്. വർഷാവർഷം നടക്കാറുണ്ട്. 1995 മുതലാണ് നടന്നു വരുന്നത്. ജർമ്മനിയിലെ ബെർലിനിൽ വെച്ച് തുടങ്ങിയിട്ടുള്ള ആ സമ്മിറ്റുകൾ. ഓക്കെ, UNFCCC എന്ന് പറയുന്ന ആ സംഘടനയാണ് ഈ സബ്മിറ്റുകൾ നടത്താറുള്ളത്. UNFCCCയുടെ സമ്മേളനങ്ങളാണല്ലേ. ഓക്കെ, CCCയുടെ സമ്മേളനങ്ങളാണ് എന്ത്, COPs എന്ന് പറയുന്നത്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്ന സമ്മേളനം. ഓക്കെ, ആ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ COP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്ന് പറയുന്ന സമ്മേളനങ്ങൾ. ഓക്കെ, അത് നടക്കുന്നത് എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ വർഷം ഓരോ സ്ഥലങ്ങളിൽ. നോക്കിക്കോ നിങ്ങൾ, 2025 ആ വേദി ബലേമാണ്. ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യേണ്ടത് 25-26 27 വേദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, നമ്മൾ ഇവിടെ പഠിക്കുന്നു 25 അത് ബലേമാണ്, ബ്രസീലാണ്. അതേപോലെ തന്നെ 2026 അത് അൻറ്റാലിയാണ്, തുർക്കിയിലുള്ള അൻറ്റാലിയ. ഓക്കെ, ബലേം ബ്രസീലാണ്, അൻറ്റാലിയ തുർക്കിയാണ്. കണക്ട് ചെയ്തോളെ. ഓക്കെ, ആ രാജ്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം, 30th കോപ്പ് ആണ്, അതേപോലെ തന്നെ 31st കോപ്പാണ്. ഓക്കെ, 25 30ാമത്തത്, 26 അത് 31ാമത്തത്. ഓക്കെ, അപ്പൊ 25 വരിക ബലേമാണ്. ഓക്കെ, 26 അൻറ്റാലിയ, തുർക്കിയിലുള്ള അൻറ്റാലിയാണ്. ഓക്കെ, കണക്ട് ചെയ്യാം. നോക്കിക്കോ നിങ്ങൾ, കണക്ട് ചെയ്യാം. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് ഏതിന്റെ വേദിയാ, അത് കോപ്പിന്റെ വേദിയാ അല്ലെ, കോപ്പാണ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. ആ വേദിയാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലീസുകാർ കോപ്പ് എന്ന് വിളിക്കാറില്ല നമ്മള്. ഓക്കെ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. കോപ്പ് എന്ന് പറയുമ്പോൾ പോലീസ് എന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ആ പോലീസിന്റെ കോപ്പിന്റെ ബലം, ഓക്കെ, കോപ്പിന്റെ ബലം എങ്ങനെയാ, നമ്മളെ പോലെ ഒന്നല്ല, നല്ല ശക്തി ഉണ്ടാവും അല്ലെ, കോപ്പിന് നല്ല ശക്തി ഉണ്ടാവും. ഓക്കെ, ആ രീതിയിലൊന്ന് കണക്ട് ചെയ്തോളാം. ഓക്കെ, കോപ്പിന്റെ ബലം 5 പോലെയൊന്നല്ല, നല്ല ബലമുണ്ട് എന്ന രീതി കണക്ട് ചെയ്യാം. ഓക്കെ, എന്താണ് കോപ്പിന്റെ ബലം എന്ന് പറയുമ്പോൾ ബലേം എന്ന് കിട്ടും കേട്ടോ. 5 പോലെ അല്ല, നല്ല ബലമുണ്ട്. ഓക്കെ, കോപ്പിന്റെ ബലം 5 പോലെ അല്ല, അതാണ് അൻറ്റാലിയ എന്ന രീതി കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ലേ, കോപ്പിന്റെ ബലം 5 പോലെ ഒന്നല്ല എന്ന് പറയാറില്ലേ, ആ രീതി കണക്ട് ചെയ്തോളൂ. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ കോപ്പിന്റെ ആ സബ്മിറ്റ് ഏതൊക്കെ വർഷങ്ങളില് ഏതൊക്കെ സ്ഥലങ്ങളിൽ വെച്ച് കൃത്യമായിട്ട് മനസ്സിൽ കയറിയോ. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കണം, 2027 കോപ്പ് വേദിയോടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് ചോദിക്കാം കേട്ടോ. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, നിലവിൽ കാലാവസ്ഥ വ്യതിയാനം നടക്കുന്നതുകൊണ്ട് തന്നെ. ഓക്കെ, 2027 കോപ്പ് വേദി എന്ന് പറയുന്നത് അത് ആഡിസ് അബാബ, എത്യോപ്യയിലെ ആഡിസ് അബാബ. ഓക്കെ, ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള എത്യോപ്യയിലെ ആഡിസ് അബാബ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് 2027 32nd കോപ്പ് അല്ല, 31ാമത്തെ കോപ്പ് നമ്മളിവിടെ പറഞ്ഞു. 32ാമത്തെ കോപ്പിന്റെ വേദി 2027 അതെവിടെ, ആഡിസ് അബാബ, എത്യോപ്യ അല്ലെ. അപ്പൊ COP കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഓക്കെ, ആ കാര്യമാണ് ഞാൻ ഇവിടെ ഈ ചിത്രത്തിലൂടെ ഒക്കെ കാണിച്ചു തന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ചിത്രം വെച്ച് അന്ന് മനസ്സിലേക്ക് അവിടെ പതിപ്പിച്ചോളൂ. ഓരോന്നിന്റെ ചിത്രവും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നുകൂടി ഒന്ന് റീകളക്ട് ചെയ്ത് പോകാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കി. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ G20 കുറിച്ചല്ലേ. G20 എങ്ങനെ കണക്ട് ചെയ്യണം, 20 രൂപയ്ക്ക് ബർഗർ തരണമെങ്കിൽ ആരായിരിക്കണം, അത് മാമി ആയിരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 20 അത് ബർഗ്, ജോഹന്നാസ് ബർഗ്. 26 G20 25 ബർഗർ ജോഹന്നാസ് ബർഗ് എന്നും, 26 അത് എവിടെയും കണക്ട് ചെയ്യണം, അത് മിയാമി ആണെന്ന് കണക്ട് ചെയ്തോളണം. ഓക്കെ, 7 ആണെങ്കിലോ, G7 നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യണം, 7 കാട ഫ്രൈ അല്ലെ. കാട എന്ന് പറയുമ്പോ എന്താ, അത് കാനഡയാണ്.
ഫ്രൈ എന്ന് പറയുമ്പോൾ ഫ്രാൻസ്. ഓക്കെ, ഈ രീതിയിലാണ് G7 കണക്ട് ചെയ്യേണ്ടത്. ഓരോന്ന് മനസ്സിലേക്ക് കയറുന്നുണ്ടല്ലോ, സിമ്പിൾ ആയുള്ള കാര്യമല്ലേ. അങ്ങനെയാണ് 7 കാർഡ് ഫ്രൈ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, G7 വേദി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നാറ്റോ. ഓക്കെ, നാറ്റം ഹേ എങ്കേ നിന്ന എന്ന രീതിയിൽ അല്ല, അങ്ങനെയാണെങ്കിൽ ഹേഗും അങ്കാരയും കണക്ട് ചെയ്യാൻ പറ്റും. കിട്ടുമല്ലോ. ഓക്കെ, അടുത്ത കാര്യം വേൾഡ് ക്യാപിറ്റലാണ്, ബുക്ക് ക്യാപിറ്റലാണ്, വേൾഡ് ബുക്ക് ക്യാപിറ്റലാണ്. അപ്പൊ അവിടെ കിട്ടേണ്ട കാര്യമാണ് ബുക്ക് ക്യാപിറ്റലിന്റെ അകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അത് ബുക്ക് ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ബാത്ത് ചെയ്യണം അല്ലെ. ബുക്ക് ജനിക്കണമെങ്കിൽ ബാത്ത് ചെയ്യണം. 25-26 തീയതി അങ്ങനെ കണക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പം ജനിക്കുക എന്ന് പറയുമ്പോൾ ജനീറോ, റിയോ ഡി ജനീറോ. ഓക്കെ, ബാത്ത് റബാത്ത് ആണ് അല്ലെ. ആ രീതിയിലാണ് ആ കാര്യം പറഞ്ഞു പോയിരിക്കുന്നത്. അടുത്ത കാര്യം ആസിയൻ സമ്മിറ്റ് ആണ്. അസിന്റെ കോലം എന്ന് പറയുന്നത് എങ്ങനെയാ, പൈൻമരം പോലെ വളർന്നിട്ടാണ് അല്ലെ. അങ്ങനെയാണ് ആ കാര്യം പറഞ്ഞേക്കുന്നത്. ആസിന്റെ കോലം പൈൻമരം പോലെ വളർന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ആസിയാൻ സമ്മിറ്റിന്റെ വേദി നിങ്ങൾക്ക് കിട്ടും. ആ കോലം എന്ന് പറയുമ്പോൾ കോലാലംപൂർ എന്നും, ഇനി പൈൻ എന്ന് പറയുമ്പോൾ ഫിലിപ്പൈൻസ് എന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. കിട്ടിയല്ലോ. അടുത്ത കാര്യം ബ്രിക്സ് ജനിക്കുന്ന സമയത്ത് ന്യൂ ആണ് എന്ന രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. ബ്രിക്സ് ജനിക്കുന്ന സമയത്ത് ന്യൂ ആണ്. ഓക്കെ, ജനിക്കുക എന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം, റിയോ ഡി ജനീറോ എന്ന രീതി കിട്ടണം. അത് ന്യൂ ആണെന്ന് പറയുന്ന സമയത്ത് എന്ത് കിട്ടണം, ന്യൂഡൽഹി കിട്ടണം. ഇങ്ങനെയാണ് വേദികൾ, ആ ബ്രിക്സിന്റെ വേദികൾ കണക്ട് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ. അടുത്ത കാര്യം ഇതാണ് കോപ്പ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്ന് പറയുന്ന സമ്മേളനം. ഓക്കെ, അപ്പൊ കോപ്പിന്റെ ഫലം അന്റെ പോലെയൊന്നും അല്ല എന്ന രീതിയിൽ കണക്ട് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പ് സമ്മിറ്റ് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് പതിപ്പിക്കേണ്ട, കൃത്യമായിട്ട് ആ പിക്ചറൈസ് ചെയ്യുന്ന ആ പിക്ചേഴ്സും അതേപോലെ തന്നെ കോഡും ഒക്കെ മനസ്സിലേക്കൊന്ന് പതിപ്പിച്ചുകൊള്ളുക. അടുത്ത പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കും. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മറ്റൊരു വീഡിയോ പരിചയപ്പെടാം. ഇതുപോലെ രസകരമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എയ്സിലെ പുതിയ LP UP LDC ബാച്ചുകൾ, അതേപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ എയ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.